ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് 50 നോമ്പിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച സന്ധ്യ. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ചു കേട്ട ഏവങ്കേലിയോൻ ഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിനക്ക് പ്രതിഫലം നൽകും. ഇവിടെ കർത്താവ് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം രഹസ്യാത്മകമായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും പ്രാർത്ഥന വാരം, പ്രാർത്ഥന ഉപവാസം, പ്രാർത്ഥനാ യോഗങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും പരസ്യമായി പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നവരാണ്. തെരുവുകളിലും പള്ളികളിലും അതുപോലെ പരസ്യമായി ജനങ്ങളുടെ മുമ്പിലും ഒക്കെ നിന്ന് പരസ്യമായി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥമായ പ്രാർത്ഥന രഹസ്യമായിരിക്കണമെന്നുള്ളതാണ്. മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രകടനമല്ല പ്രാർത്ഥന, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് പ്രാർത്ഥന. പരിശുദ്ധനായ പരിമളത്തിന് തിരുമേനി പറയുന്നത് എൻ്റെ ജീവിതം എൻ്റെ പ്രാർത്ഥനയായിരിക്കണം എന്നാണ്. പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ നാം ഉരുവിടുമ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റി വേണം പ്രാർത്ഥിക്കാനെന്ന് പരിശുദ്ധനായ പരിമള തിരുമേനി പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ പലപ്പോഴും അത് അധര വ്യായാമം മാത്രമായി മാറുകയല്ലേ. ട്യൂണിനും അതുപോലെ സൗണ്ടിനും പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കുന്ന ആളുകളുടെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് രഹസ്യമായ അറയിൽ പ്രവേശിക്കുന്നത് പറയുന്നത്. അത് മനസ്സാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി മനസ്സിൽ നിന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്, അന്തരാത്മാവിൽ വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലെല്ലാം വേറിട്ട് പോയി മലയിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. വേറിട്ട് പോയി പ്രാർത്ഥിക്കുവാൻ സാധിക്കേണ്ടതാണ്. രഹസ്യമായ പ്രാർത്ഥനയാണ് പരസ്യമായ പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യമേറിയത്. എന്നാൽ ആരാധനയുണ്ട്, പരസ്യമായ ആരാധന എല്ലാം ഉണ്ട്. കർത്താവിനെ പരസ്യമായി ഏറ്റുപറയുന്ന ഓശാനയുണ്ട്, അതുപോലെ പെസഹായുണ്ട്. ഇതെല്ലാം ആഘോഷങ്ങളാണ്. പക്ഷെ അതിലെല്ലാം പ്രധാനപ്പെട്ടത് രഹസ്യമായ പ്രാർത്ഥനയാണ് എന്നുള്ളത്. ഇതിൻ്റെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത് രഹസ്യത്തിലുള്ള ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. നാം എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ആ പരിസരം മറന്ന് ദൈവത്തിൽ ലയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. മാത്രമല്ല നമ്മുടെ രഹസ്യ ജീവിതം പ്രാർത്ഥനാ നിർഭരമായിരിക്കേണ്ടതാണ്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ഉപമ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതിന് പ്രത്യേകമായ സമയങ്ങളും ചിട്ടകളും ഒന്നുമില്ല, മറിച്ച് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾ നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കും എല്ലാം ഉരുവിടേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് നമ്മുടെ പ്രാർത്ഥനാക്രമത്തിൽ പിതാക്കന്മാർ പറയുന്നുണ്ട്, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ, ദൈവമേ മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്നാണ് പാമ്പാപ്പന നമസ്കാരത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പാപിയാണെന്നുള്ള ബോധം, ഞാൻ മഹാപാപിയാണെന്നുള്ള ബോധം, ഈ ലോകത്തിലെ ആളുകൾ പാപികളാണെന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ആ ബോധം വെച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട്. സ്വയം നീതീകരിച്ച് ഒരു കാരണവശാലും പ്രാർത്ഥിക്കുവാൻ ഇടവരരുത്. സ്വയം നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവിടെ നമ്മൾ ധനവാന്റെ ആ പ്രാർത്ഥന പോലെ ആയിപ്പോകും. എന്നാൽ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരനെ പോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് കർത്താവ് പറയുകയാണ്. ആ വിധവയുടെ ചില്ലിക്കാശ് പോലെ ആയിരിക്കണം നമ്മുടെ സമർപ്പണം എന്ന് കർത്താവ് പറയുകയാണ്.
വളരെ വ്യക്തമായി കർത്താവ് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ വളരെ രഹസ്യാത്മകമായിരിക്കണം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം നാം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രഹസ്യ പ്രാർത്ഥന നിർവഹിക്കേണ്ടതായ ആവശ്യമുണ്ട്. മക്കളുടെ നമസ്കാരത്തിലെല്ലാം രഹസ്യ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, മുറിയിലിരിക്കുമ്പോൾ എല്ലാം അത് വായിക്കുകയും അതിൽ നിന്ന് പ്രാർത്ഥിക്കുകയും സ്വയമായ രഹസ്യമായ ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് രഹസ്യത്തിൽ അറിയുന്ന കർത്താവ് കൂടുതൽ നൽകുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനാ മനുഷ്യനല്ലായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നാം പ്രാർത്ഥനാ മനുഷ്യരായിരിക്കണം. ദൈവമായ കർത്താവേ, മറ്റുള്ളവരുടെ മുമ്പിലല്ല, നിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥിക്കുന്നവനായി തീരുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. അത് മുഖാന്തരം നാഥ, എൻ്റെ പാപങ്ങളും എൻ്റെ കുറ്റങ്ങളും ക്ഷമിക്കപ്പെടുവാൻ ദൈവമേ ഇടയാക്കി തീർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിൽ മുഖാന്തരം നിന്നോട് കൂടുതൽ അടുത്ത് നിന്റെ അരികിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ നാളെ നിൽക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ.